നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചുവെച്ചാൽ സൗദിയിൽ 5 ലക്ഷം റിയാൽ പിഴ ഒടുക്കേണ്ടി വരും. രാജ്യത്തിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ വെളിപ്പെടുത്താത്ത യാത്രക്കാർക്ക് 5 ലക്ഷം റിയാൽ വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നാണ് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ തിങ്കളാഴ്ച അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ഈ നിയന്ത്രണം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ എല്ലാ യാത്രക്കാർക്കും ബാധകമാണെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പ്രവേശന കവാടങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ നിരീക്ഷണ നിയമത്തിലെ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് തീരുമാനം. COVID-19 പടർന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ഓരോ യാത്രികരും അവർ സഞ്ചരിച്ചു വന്ന രാജ്യങ്ങളുടെ വിവരങ്ങളും നിലവിലെ ആരോഗ്യസ്ഥിതിയും അതിർത്തി ചെക്ക് പോയിന്റുകളിൽ വെളിപ്പെടുത്തണം. ഈ വിവരങ്ങൾ മറച്ചുവെക്കുന്നവർക്ക് 5 ലക്ഷം റിയാൽ പിഴ ചുമത്തുന്നതായിരിക്കും. COVID-19 സ്ഥിരീകരിച്ച രാജ്യങ്ങൾ വഴി സൗദിയിലെത്തുന്നവർ വിവരങ്ങൾ മറച്ചുവെക്കാൻ പാടില്ലെന്ന് രാജ്യത്തിന്റെ സുരക്ഷയിൽ ഓരോ പൗരനും ബാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ അധികൃതർ വ്യക്തമാക്കി. നിയമമനുസരിച്ച് രാജ്യാന്തര യാത്രകളിൽ രാജ്യത്തെത്തുന്ന എല്ലാ യാത്രക്കാർക്കും അതിർത്തി കവാടങ്ങളിലെ ഉദ്യോഗസ്ഥരും ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രോഗങ്ങൾ തടയുന്നതിന് അന്താരാഷ്ട്ര പ്രാദേശിക ആരോഗ്യ നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഏതെങ്കിലും ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ വിശദമാക്കിയിട്ടുള്ള എല്ലാ പ്രതിരോധ പരിഹാര നടപടികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പാലിക്കണം. ഇത് വിദേശികൾക്കും സ്വദേശികൾക്കും ബാധകമാണെന്നാണ് അധികൃതർ പറയുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ശക്തമായ നിരീക്ഷണം നടത്തിവരികയാണ് ഓരോ രാഷ്ട്രങ്ങളും. കൊറോണ ബാധിതരുടെ എണ്ണം ഇതോടുകൂടി സൗദിയിൽ 15ആയി മാറിയിരിക്കുകയാണ്. രോഗവ്യാപനം തടയാനുള്ള ജാഗ്രതാ നടപടികൾ സൗദി അറേബ്യ ശക്തമാക്കുകയും ചെയ്തു. കൊറോണ ബാധിത രാജ്യങ്ങളിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയും ചില രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചും വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കിയും പ്രാർത്ഥനാ സമയം കുറച്ചും പൊതുപരിപാടികളടക്കം റദ്ദാക്കിയുമാണ് നടപടികൾ ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 4 പേർക്ക് കൂടി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണിതെന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. 2 ബഹ്റൈൻ വനിതകൾക്കും സൗദി അമേരിക്കൻ പൗരന്മാർക്കുമാണ് ഏറ്റവും ഒടുവിൽ കൊറോണ സ്ഥിരീകരിച്ചതായുള്ള വാർത്തകളും പുറത്തേക്ക് വന്നത്. ഇതോടെ സൗദിയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 15ആയി കൂടി. ഖത്തീഫയിലെ കോവിഡ് ബാധിതരിൽ നിന്നാണ് സ്വദേശിക്ക് രോഗം പകർന്നതെന്നാണ് അധികൃതർ പറയുന്നത്. ഇറ്റലി, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം തിരിച്ചെത്തിയ അമേരിക്കൻ പൗരനും ഇറാഖിൽ നിന്ന് സൗദി വഴി ബഹ്റൈനിലേക്ക് പോകാനിരുന്ന 2 ബഹ്റൈനി വനിതകൾക്കുമാണ് രോഗം പിടിപെട്ടത്. അമേരിക്കൻ പൗരനെ റിയാദിലും ബാക്കി 3 പേരെയും ഖത്തീഫ് ആശുപത്രിയിലും ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ സൂചിപ്പിക്കുകയും ചെയ്തു. കൊറോണ വ്യാപനം തടയുന്നതിനായി സൗദിയിൽ നിന്ന് 14 രാജ്യങ്ങളിലേക്ക് യാത്രയ്ക്ക് വിലക്കും ഏർപ്പെടുത്തി. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, തുർക്കി, സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ്, ലെബനൻ, സിറിയൻ, ഈജിപ്ത്, ഇറ്റലി, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്ക് സ്വദേശികൾക്കും വിദേശികൾക്കും യാത്ര ചെയ്യുന്നതാണ് നിരോധിച്ചത്. ഇത്തരം രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച ശേഷം സൗദിയിലേക്ക് വരുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്ര വ്യോമ നാവിക കവാടങ്ങളിൽ തടയുന്നതായിരിക്കും. അതീവ സുരക്ഷാ നടപടികൾക്ക് വിധേയമായി അവശ്യ ചരക്ക് നീക്കത്തിന് റോഡ് മാർഗം അനുവദിക്കുമെങ്കിലും യാത്രക്കാരെ കടത്തിവിടില്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ ചൈനയിലേക്കുള്ള യാത്രാ വിലക്ക് കഴിഞ്ഞ മാസം നിലവിൽ വന്നിരുന്നു. UAE-യിൽ നിന്ന് സൗദിയിലേക്കുള്ള വിമാന സർവീസുകൾക്കും താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിൽ 4 പേർക്ക് കൂടി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരം കടുത്ത നിർദ്ദേശങ്ങൾ അധികാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൊറോണ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സൗദിയിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും അടച്ചിടുകയുണ്ടായി. പഠനം നഷ്ടപ്പെടാതിരിക്കാൻ ലേണിംഗ് തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഹമദ് ബിൻ മുഹമ്മദ് അഷേഖ് പറയുകയുണ്ടായി. സൗദിയിലെ കൊറോണ ബാധിതരിൽ 12 പേരും ഖത്തീഫ് ഗവർണറേറ്റിൽ നിന്നുള്ളവർ ആയതിനാൽ ഖത്തീഫിലേക്കും തിരിച്ചും പ്രവേശിക്കുന്നത് ഞായറാഴ്ച നിരോധിച്ചിരുന്നു. ഇവിടുത്തെ സർക്കാർ സ്വകാര്യ ജോലി സ്ഥലങ്ങളും അടച്ചിട്ടു. ആരോഗ്യ കേന്ദ്രങ്ങൾ, പരിസ്ഥിതി, മുനിസിപ്പൽ സുരക്ഷാ സ്ഥാപനങ്ങൾ, അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഫാർമസി, ഗ്യാസ് സ്റ്റേഷനുകൾ മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ. കൊറോണയിൽ എന്ന ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ ഈജിപ്തിൽ നിന്നുള്ളവരെ സൗദിയിൽ പ്രവേശിപ്പിക്കൂ. കോവിഡ് ബാധിത രാജ്യങ്ങൾക്ക് സൗദിയിലേക്ക് വരുന്നതിന് ആരോഗ്യ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും എന്നു മുതൽ പ്രാവർത്തികമാകുമെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സൗദിയിലേക്കുള്ള പ്രവേശനം റിയാദ്, ജിദ്ദ, ദമാം എന്നീ 3 രാജ്യാന്തര വിമാനത്താവളങ്ങളിലൂടെ മാത്രമാക്കി പരിമിതപ്പെടുത്തുകയായിരുന്നു. അതീവ സുരക്ഷാ പരിശോധനകളോടെ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രം റോഡ് മാർഗം പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.